നേരത്തെ നവകേരള യാത്ര നടത്തിയില്ലേ, പിന്നെ കേരളീയം, അതിന് മലബാറിൽ നിന്നുള്ള വാദ്യകലാകാരന്മാരെ കൊണ്ടുവരാനായിട്ട് ഒരാളെ ഏൽപ്പിച്ചു. അവരുടെയൊക്കെ തന്നെ സ്വന്തക്കാരനാണ്. എല്ലാവരെയും കൂട്ടി തിരുവനന്തപുരത്ത് പോയി പരിപാടിയൊക്കെ അവതരിപ്പിച്ച്, അപ്പോൾ പറഞ്ഞ പ്രതിഫലമാണെങ്കിൽ എല്ലാവർക്കും ചേർന്ന് 35,000 രൂപയും പിന്നെ താമസം, ഭക്ഷണം, അതിൻ്റെ റീഇംബേഴ്സ്മെൻറ്റും ഇതൊക്കെ കൊടുക്കുമെന്ന് പറഞ്ഞാണ് കൊണ്ടുവന്നത്. ഒന്നും കൊടുത്തില്ല, 10 പൈസ കൊടുത്തില്ല. ആ പാവം എന്നെ വിളിച്ചു. ഞങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ട്. എൻ്റെ പാർട്ടിയാണ് മോഹൻദാസ്, ഞാൻ എന്ത് ചെയ്യാൻ, ആരോട് പറയാൻ, സ്വന്തം പാർട്ടിക്കാരാണ് ഈ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആളുകളെ പറ്റിക്കാനൊന്നും ഒരു മടിയുമില്ലാത്ത സർക്കാർ ഉദ്യോഗസ്ഥന്മാരുമാണ് ഇവർ. 100 കോടി രൂപയാണ് ഇതിൻ്റെ ബജറ്റ്. ഒരു 25 കോടി ചിലവാക്കും, ബാക്കി 75 കോടി പാർട്ടി പ്രവർത്തകരുടെ കയ്യിലേക്ക് പോകും. അതും അവർക്ക് ഇഷ്ടപ്പെട്ടവരുടെ കയ്യിലേക്ക് പോകും. എയർ കണ്ടീഷൻഡ് പന്തൽ എന്നൊക്കെ ടി വിയിൽ പറയുന്നു. ഒരു എയർ കണ്ടീഷൻ പന്തലിന് എന്ത് ചിലവ് വരുമെന്നാണ്. സാധാരണ പന്തൽ, അതിലൊരു 4-5 സ്ഥലത്ത് AC വയ്ക്കും. ഇതാണ് സാധനം. അതിൽ കവിഞ്ഞുള്ള കലാപരിപാടിയൊന്നുമില്ല. മൊത്തം ഇതെല്ലാം കേരളത്തിൽ ചെയ്തു വന്നു കഴിയുമ്പോൾ ഒരു 25 crores അവർക്ക് ചിലവാകും. അതിലിരട്ടി അവർ സ്പോൺസർഷിപ്പിൽ നിന്ന് ഉണ്ടാക്കുക. എയർ കണ്ടീഷൻ പന്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പന്തൽ താൻ സ്പോൺസർ ചെയ്യണം കേട്ടോ എന്നൊരു മുതലാളിയോട് വിളിച്ചു പറയും. അയാൾ പറയും, പന്തൽ ഞാൻ സ്പോൺസർ ചെയ്യാൻ എൻ്റെ ഒരു പേപ്പർ അവിടെ ഇരിപ്പുണ്ട്, അതൊന്ന് ഒപ്പിട്ട് കിട്ടണം. അത് ഒപ്പിട്ട് കൊടുക്കും. അതൊരു സ്പെഷ്യൽ ഓർഡറാണ്. അയാൾക്ക് നിലം നികത്താനോ വയൽ നികത്താനോ ഒക്കെയുള്ള സ്പെഷ്യൽ ഓർഡറാണ്. അത് കൊടുക്കും. ഇങ്ങനെ കൊടുക്കൽ വാങ്ങലൊക്കെ ആയിട്ട് കാശുകാരും ഒക്കെ ആയിട്ട് നടക്കുകയാണ്. അതേസമയം ഇവർ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കുറേ പേര് കിടപ്പുണ്ടല്ലോ ഗതിയില്ലാതെ. അവരുടെ കാര്യം നോക്കാൻ ഇത്രയും കാശൊന്നും വേണ്ട.